അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ലഞ്ചിൻ്റെ പരിപാടികളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ആദ്യം തന്നെ കോവയ്ക്കയും ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത് കടലമാവാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് നല്ല റെഡ് കളറായി ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ വെക്കുക. ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് വഴുതനങ്ങയും കൂടെ കുറച്ച് നാൾ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, അത്രയും വഴുതനങ്ങയും കൂടി സെയിം മിക്സ് തന്നെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം മിക്സ് ആക്കുമ്പോൾ ഇതിൻ്റെ അതൊരു വ്യത്യാസം തന്നെ, വഴുതനങ്ങയിലും ഒരു വെള്ളത്തിൻ്റെ മയം ഇല്ലാത്തത് കൊണ്ട് തന്നെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് ആ പാനിൽ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ റെസിപ്പി അല്ലെങ്കിൽ ലഞ്ച് എന്ന് പറയുന്നത് മൊത്തത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ളതാണ്. അപ്പോൾ പയറ് തോരനും അതുപോലെ തന്നെ പിണ്ടി പച്ചടിയൊക്കെയാണ് കേട്ടോ. പിണ്ടി പച്ചടിയും പിന്നെ കോവയ്ക്കയും വഴുതനങ്ങയും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, അത് ഫ്രൈയുമാണ്. അപ്പോൾ അങ്ങനെ ഫ്രൈ ഓരോന്നാക്കി എടുത്ത് വെച്ചു. എനിക്ക് പേഴ്സണലി കോവയ്ക്കാണ് ഇങ്ങനെ ഫ്രൈ ആക്കുന്നത് ഇഷ്ടം. കടലമാവും കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എസ്പെഷ്യലി ബജ്ജിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് എരിവ് ഞാൻ ചേർക്കാറില്ല ഇതിനൊന്നും, പക്ഷേ എന്നാലും അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതായിരുന്നു. പിണ്ടിപ്പച്ചടി ഉണ്ടായിരുന്നു, 2 ടൈപ്പ് ഓഫ് ഫ്രൈ ഉണ്ടായിരുന്നു. ഇത് മെഴുക്കുവരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അച്ചാറ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മാവേൽ ഉണ്ടായ മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ്. അങ്ങനെ എല്ലാം നമ്മുടേതായിരുന്നു.